എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആരൊക്കെയോ ഓടി വന്നോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ ഗ്രാൻമ ആവട്ടെ തന്റെ ജീവൻ ത്യജിച്ചുകൊണ്ട് ഗാരയുടെ ജീവൻ അത് തിരിച്ചു പിടിക്കാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പനൊന്നും മനസ്സിലാവില്ല. പക്ഷെ സാക്കുറ അവൾക്ക് ഒരുപാട് വിഷമായി ഇപ്പൊ തല കുനിച്ചു നിൽക്കും. നെജി ചെക്ക് ചെയ്തിട്ട് പറയും ഇത് ഗെഞ്ചിപ്സു അല്ല, അതിനുപരിയായിട്ട് മറ്റെന്തോ ആണ്. ഇവിടെ സാക്കുറ അവള് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ആന്റിഡോട്ട് എടുക്കാനായി നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോ ഗ്രാൻമ പറയും നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാം, പക്ഷെ ഇതിനു മുൻപായിട്ട് എനിക്ക് വലിയൊരു കാര്യം അത് ചെയ്തു തീർക്കാനുണ്ട്. ഇപ്പൊ സാക്കുറയ്ക്ക് മനസ്സിലാവും ഗ്രാൻമ പറഞ്ഞ ആ ഒരു വലിയ കാര്യം അതൊരു പക്ഷേ ഇത് തന്നെയായിരിക്കും. അത് കണ്ടിപ്പോ മൈകൈ കാക്കാഷിയോട് ചോദിക്കും ഇതാ ജിപ്സോ അല്ലേ? അതിന് കാക്കാഷി പറയും അതെ, ഇതത് തന്നെയാണ്. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇവിടെ എന്താ നടക്കണേന്ന് പറഞ്ഞ് കുട്ടപ്പൻ മുമ്പോട്ട് വരുമ്പോ സാക്കുറ ആവട്ടെ ഇപ്പൊ അവനെ തടഞ്ഞു വെക്കും. എന്താ സാക്കുറ, എന്നോട് നീയെങ്കിലും പറ എന്താ ഇവിടെ നടക്കുന്നേ? അതിന് സാക്കുറ പറയും നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഗാരയുടെ ജീവൻ അത് തീർച്ചയായിട്ടും ഗ്രാൻമ തിരികെ പിടിക്കും. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ടു പറയും ഗാര ഓൾറെഡി മരിച്ചതാണ്. മരിച്ച ഒരാളെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുമെന്നോ? നീ എന്തൊക്കെയോ പറയണേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നെജിക്കും കാര്യങ്ങളൊന്നും പിടികിട്ടാതെ അവൻ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോ ഇവിടെ കാക്കാഷിക്കും മൈഗയ്ക്കും ഗ്രാൻമയുടെ ഈ ഒരു ജിപ്സു അത് കറക്റ്റായിട്ട് പിടികിട്ടും. ഇവിടെ ഗ്രാൻമയുടെ മുഴുവൻ പവറും വെച്ച് അവന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ പതിയെ പതിയെ ഇപ്പൊ ഗ്രാൻമയുടെ ചക്ര പവർ അത് കുറഞ്ഞ് ഗ്രാൻമ കിതച്ച് ഇപ്പൊ ക്ഷീണിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ മുൻപോട്ട് നടന്നു വരുമ്പോ ഗ്രാൻമ പറയും എന്നെ കൊണ്ട് കഴിയുന്നില്ല, എന്റെ ചക്ര പവർ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നറൂട്ടോ കുട്ടപ്പൻ ഇപ്പൊ അവന്റെ കൈ നീട്ടി എന്റെ ചക്ര പവർ അത് ആവശ്യത്തിന് നിനക്ക് ഉപയോഗിക്കാന്ന് പറയുമ്പോ ഗ്രാൻമ ഒരു സെക്കൻഡ് ഞെട്ടിയിട്ട് ഇപ്പൊ കുട്ടപ്പനെ നോക്കും. ഗ്രാൻമയ്ക്ക് ഇപ്പൊ ഒരുപാട് വിഷമായി കണ്ണുനീര് താഴേക്ക് വീഴുമ്പോ കാക്കാഷി പറയും കുട്ടപ്പന് ഗാരയെ ഒരുപാട് ഇഷ്ടമാണ്, അവരുടെ രണ്ടുപേരുടെയും ജീവിതം ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവന് ലീഫ് എന്നോ സാൻഡ് എന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഗ്രാൻമ കുട്ടപ്പനോട് പറയും നിന്റെ രണ്ട് കൈ അതെന്റെ കൈയുടെ മേലെ വെക്ക്. അങ്ങനെ ഗ്രാൻമയുടെ പവറിന്റെ കൂടെ ഇപ്പൊ കുട്ടപ്പന്റെ ചക്ര പവറൂടെ കൂടുമ്പോ ചക്ര ഫ്ലോ തന്നെ ഇപ്പൊ വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങും. അത് കാണുമ്പോ ഇപ്പൊ ഗ്രാൻമയ്ക്ക് ഒരുപാട് സന്തോഷാവും. കാരണം കുട്ടപ്പന്റെ ഉസുമാക്കി ക്ലാനിലാണ് ചക്ര പവർ ഏറ്റവും കൂടുതലുള്ളത്. കുട്ടപ്പൻ ഇപ്പോഴും ഒന്നും മനസ്സിലാവാതെ അവൻ നോക്കി നിൽക്കുമ്പോ ഗ്രാൻമ ആവട്ടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. കുട്ടപ്പന് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഹൊക്കാഗെയായി മാറണമെന്നാണ്. അതുപോലെ തന്നെ ഗാറയ്ക്ക് അവന്റെ ഗ്രാമത്തിലെ ഒരു കസികക്കാകണമെന്നും. ഗാറ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്ത് അവിടെ കസികക്കായി മാറി. അത് കേട്ട് ഏറ്റവും സന്തോഷിച്ചത് നറൂട്ടോ കുട്ടപ്പനാണ്. മാത്രമല്ല നറൂട്ടോ കുട്ടപ്പന് ഒരു മിസ്റ്റീരിയസ് പവർ ഉണ്ട്. അവൻ ലൈഫില് ആരെങ്കിലും പരിചയപ്പെടുകയാണെങ്കിൽ അവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. അവന് ലീഫ് എന്നോ സാൻഡ് എന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. ഗ്രാമങ്ങളെ പോലും മുഖവിലക്കെടുക്കാതെ അവൻ എല്ലാവരുമായിട്ട് കമ്പനിയാവും. ഗ്രാൻമ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഇപ്പൊ പ്രസന്റില് കുട്ടപ്പനോട് പറയും ഈ ലോകത്തിലുള്ള ഷിനോബീസ് എല്ലാം തന്നെ വെറും വിഡ്ഢികളാണ്. നിന്നെപ്പോലെ ഒരേ ഒരു ഷിനോബി നീ മാത്രമാണ് ഈ ലോകത്തിനുള്ള ഏറ്റവും നല്ല ഗിഫ്റ്റ്. എന്റെ പാസ്റ്റില് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, പക്ഷെ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ വലിയൊരു ശരി ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഇപ്പൊ ഗ്രാൻമ പറയും. ഇന്നു മുതല് സാൻഡും ലീഫും അവർ കട്ട ചങ്ക്സ് ആയിരിക്കും. ഭാവിയില് ഗ്രാമങ്ങളെല്ലാം ഒന്നാവെന്ന് പറഞ്ഞ് ഇപ്പൊ ഗ്രാൻമ ആവട്ടെ മുകളിലേക്ക് നോക്കും. ഗ്രാൻമ സാക്കുറയോട് പറയും എനിക്ക് നിന്നെയും ഒരുപാട് ഇഷ്ടമായി. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിന്റെ മനസ്സ് അത് വളരെയധികം നല്ലതാണ്. നിന്റെ അത്രയും ധൈര്യം, കഴിവ്, പവറ് അത് ആർക്കുമില്ല. ഗ്രാൻമ കുട്ടപ്പനോട് പറയും അവസാനമായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഗാറയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിനക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഈ ഒരു കസികക്ക് ഗാറയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അത് കേട്ട് നറൂട്ടോ ഇപ്പൊ പതിയെ കണ്ണടയ്ക്കുമ്പോ മറ്റൊരു ഇല്യൂഷൻ വേൾഡില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഗാറയെ വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടാണ്. കുഞ്ഞു ഗാറ എവിടെയിരുന്ന് പൊട്ടിക്കരയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ ആശ്വസിപ്പിക്കും. ഇപ്പൊ കട്ട് ചെയ്ത പ്രസന്റില് ഗാറ ആവട്ടെ അവൻ കണ്ണു തുറക്കും. ഗാറയ്ക്ക് തന്നെ വിശ്വാസം വരില്ല അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവൻ ചുറ്റും നോക്കുമ്പോ ഒരുപാട് ഷിനോബീസ് അവന്റെ ചുറ്റും നിൽക്കുന്നതായിട്ട് അവൻ കാണും. ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഗാറ ചോദിക്കുമ്പോ ഇപ്പൊ മത്സുരി ആവട്ടെ അവള് ഗാറയെ കണ്ട് ഇപ്പൊ സന്തോഷത്തിൽ നിലവിളിക്കും. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഗാറയെ കണ്ട് സങ്കടത്തിൽ കരയാൻ തുടങ്ങും. കങ്കൂർ അവിടേക്ക് ഓടി വരുമ്പോ ഇപ്പൊ കുട്ടപ്പൻ പറയും ഇതാ നിങ്ങളുടെ ഗാറ, എന്റെ കളിക്കൂട്ടുകാരനെ ഞാൻ തിരികെ തരികയാണെന്ന് പറയുമ്പോ ടെമരി കുട്ടപ്പനോട് ദേഷ്യപ്പെട്ട് പറയും അവൻ ഞങ്ങളുടെ കസികക്കാണ്, അവനെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല. നീ ഞങ്ങളെ പോലെ
ഗാരയെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുമ്പോ കുട്ടപ്പന് ഒരുപാട് സങ്കടാവും. ഗാര ആവട്ടെ ഇപ്പൊ അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ അവൻ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഗാരയുടെ ചുറ്റും നിന്നവരില് ഒന്ന് രണ്ട് പേര് വിളിച്ചു പോവും, ഞങ്ങളുടെ ഗാര അദ്ദേഹം തിരിച്ചു വന്നേ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ മത്സുരി ആവട്ടെ അവനോട് ദേഷ്യപ്പെടും. ഗാർ നമ്മുടെ ഗ്രാമത്തിലെ കസികക്കാണ്, അവന് നിന്റെ മടിയിലിരുത്തിയാണോ പേരിട്ടത്? ഗാറെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ തുള്ളിച്ചാടി ഗാരയുടെ അടുത്തേക്ക് വരും. അവള് പറയും, അങ്ങേപ്പോലൊരു സുന്ദരൻ, അങ്ങേപ്പോലെ പവറുള്ള ഒരാള് ഞങ്ങളുടെ ഗ്രാമത്തിലില്ല, അങ്ങേക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും ഞങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഗാരയുടെ മുന്നില് തല കുനിച്ചു നിൽക്കും. അപ്പൊ നറൂട്ടോ വീഴുന്ന കണ്ട് ഇപ്പൊ കങ്കൂർ അവനെ താങ്ങിയെടുത്ത് പറയും, അല്ലെങ്കിലും കഴിവും സ്ട്രെങ്ത്തും ഉള്ളവരെ ഒരിക്കലും ആരും അംഗീകരിക്കില്ല. കങ്കൂറെ ആവട്ടെ അവനെ തന്നെ ഇപ്പൊ നറൂട്ടോയിൽ കാണും. മാത്രമല്ല ഫ്ലാഷ് ബാക്കില് ഗാറ നറൂട്ടോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഗാറ ഓർത്തെടുക്കും. എന്റെ ഈ മാറ്റത്തിന് കാരണം അത് നറൂട്ടോയാണ്, എന്നെ മാറ്റിയെടുത്തത് എന്റെ സഹോദരൻ നറൂട്ടോ തന്നെയാണ്. കങ്കൂർ ഒരു നിമിഷം ഇപ്പൊ കണ്ണു തുറന്ന് കുട്ടപ്പനോട് താങ്ക്സ് പറയും. താങ്ക് യു, നീ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഗാറയെ ഞങ്ങൾക്ക് തിരികെ കിട്ടിയത്. അതിന് നറൂട്ടോ പറയും, നീ നന്ദി പറയേണ്ടത് അതെന്നോടല്ല, ആ കാണുന്ന ഗ്രാൻഡ്മയാണ് ആളുടെ മെഡിക്കൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഗാറയെ നമുക്ക് തിരികെ തന്നത്. ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗ്രാൻഡ്മ മയങ്ങാണ്, പെട്ടെന്ന് തന്നെ എഴുന്നേക്കും. സോ ഗ്രാൻഡ്മ ഉണർന്നു കഴിയുമ്പോ നിങ്ങളുടെ നന്ദി അത് ഗ്രാൻഡ്മയോട് പറയാ. അതിന് സാക്കുറ പറയും, ഇനി ഗ്രാൻഡ്മ ആൾ ഒരിക്കലും എഴുന്നേക്കില്ല. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പനും അവിടെയുള്ള എല്ലാവരും ഷോക്കായി സൈലന്റ് ആയി തീരും. കുട്ടപ്പൻ ഒന്നും മനസ്സിലാവില്ല, നീ എന്താ പറയണേ എന്ന് സാക്കുറയോട് ചോദിക്കുമ്പോ സാക്കുറ പറയും, ഗ്രാൻഡ്മ ആ ഒരു വലിയ കെഞ്ചിപ്സു അതുപയോഗിച്ചു. കാക്കാഷിക്കാണെങ്കില് എന്താ പറയണ്ടേന്ന് അറിയാതെ ഇപ്പൊ നിശബ്ദമായിട്ടിരിക്കുകയാണ്. മൈഗൈ പറയും, ഗ്രാൻഡ്മ തന്റെ ജീവൻ കൊടുത്ത് ഇപ്പൊ ഗാരയുടെ ജീവൻ അത് തിരിച്ചു പിടിച്ചു. അതിനില്ലേ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇത് സത്യമാണോ ചോദിക്കുമ്പോ ഇപ്പൊ കങ്കൂറ പറയും, പണ്ട് ഒരുപാട് പണ്ട് പപ്പറ്റ് മാസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് കണ്ടുപിടിച്ച ഒരു വലിയ സ്പെഷ്യൽ ജിപ്സു ആണിത്. അതിന് നേതൃത്വം കൊടുത്തത് മറ്റാരുമല്ല ഈ ഗ്രാൻഡ്മ തന്നെയാണ്. ഈ ഒരു ജിപ്സു അത് ഒരുപാട് റിസ്ക് എടുത്താണ് ഇപ്പൊ ഗ്രാൻഡ്മ കംപ്ലീറ്റ് ചെയ്തത്. ഇത് അധികം ആർക്കും അറിയാത്ത സീല് ചെയ്യപ്പെട്ട ഒരു പ്രത്യേക ജിപ്സു ആണ്. കുട്ടപ്പം വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്കില് ഗ്രാൻഡ്മ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. ഷിനോബികളെല്ലാം തന്നെ മണ്ടന്മാരാണ്, ഈ ലോകത്തിന് ആവശ്യം ഷിനോബികളല്ല, നിന്നെപ്പോലെ നല്ല മനസ്സുള്ളവരെയാണ്. നാളെ സാൻഡ് വില്ലേജും ലീഫ് വില്ലേജും രണ്ട് ഗ്രാമങ്ങളല്ലാതെ ഒത്തുചേർന്ന് ഒരു ഗ്രാമമായിട്ട് മുൻപോട്ട് പോകണം. കട്ട് ചെയ്താ ഇപ്പൊ നറൂട്ടോ മെല്ലെ എഴുന്നേറ്റ് ഗ്രാൻഡ്മയുടെ അടുത്തേക്ക് വരുമ്പോ ഗ്രാൻഡ്മ ഇപ്പൊ സാക്കുറയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ നറൂട്ടോയ്ക്ക് തോന്നും. അവിടേക്ക് സാൻഡ് വില്ലേജിലുള്ള എല്ലാവരും കടന്നു വരും. മാത്രമല്ല ഗ്രാൻഡ്മയുടെ ബ്രദറും ഇപ്പൊ ഒരുപാട് വിഷമത്തോടു കൂടെ ഗ്രാൻഡ്മയെ നോക്കും. ഗ്രാൻഡ്പയും ഇപ്പൊ ഗ്രാൻഡ്മയായിട്ടുള്ള ഒരുപാട് നല്ല നല്ല മെമ്മറീസ് അത് ആലോചിക്കും. അവരൊരുമിച്ച് ചൂണ്ടയിട്ടത്, കളിച്ചത് എന്നിങ്ങനെ എല്ലാ കാര്യവും. എങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടാണ് ഗ്രാൻഡ്മ മരിച്ചത്, അതിലെനിക്ക് അഭിമാനമാണെന്ന് പറയുമ്പോ ഗാര ആവട്ടെ ഇപ്പൊ ഒരു നോക്ക് അമ്മൂമ്മയെ നോക്കും. ടമരി പറയും, എല്ലാവരും പറയുന്നത് പോലെ തന്നെ നിനക്ക് മനുഷ്യരെ മാറ്റാനുള്ള കഴിവുണ്ട്. ഗ്രാൻഡ്മ ഒരിക്കലും സാൻഡ് വില്ലേജിനെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടില്ല, പക്ഷെ ആദ്യമായിട്ട് സാൻഡ് വില്ലേജിന് വേണ്ടി തന്റെ ജീവിതം തന്നെ സമർപ്പിച്ചു. അത് കേട്ട് കാക്കാഷി പറയും, ഗ്രാൻഡ്മയും ഈ സമൂഹവും എല്ലാവരും ആഗ്രഹിക്കുന്നത് നിന്നെയും ഗാറയും പോലുള്ളവര് ഗ്രാമത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണമെന്നാണ്. അതേസമയം ഇവിടെ ഗാറ ആവട്ടെ ഇപ്പൊ എഴുന്നേക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗാറ എഴുന്നേക്കാനായിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടുന്ന കാണുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ കൈ പിടിച്ചുയർത്തും. അവര് രണ്ടുപേരും അങ്ങനെ നിൽക്കുമ്പോ ഇപ്പൊ കാക്കാഷി പറയും, നിങ്ങൾ രണ്ടുപേരുമാണ് ഇനി സാൻഡ് വില്ലേജിനെയും ലീഫ് വില്ലേജിനെയും നയിക്കേണ്ടത്. സാക്കുറ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗാറ ആവട്ടെ ഇപ്പൊ ഗ്രാൻഡ്മയെ നോക്കി, നമുക്കൊരു മിനിറ്റ് ഇപ്പൊ ഗ്രാൻഡ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും. സാക്കുറയ്ക്ക് തന്റെ സങ്കടം അത് സഹിക്കാനാവില്ല. അവള് കരഞ്ഞുകൊണ്ട് ഇപ്പൊ ഗ്രാൻഡ്മയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.